ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ആണ് എൻ്റെ കാണിക്കുന്നത്. അതായത് കൊച്ചി ഡേ ഔട്ടാണ്. ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ലുലു മാളിലോട്ടാണ് പോകുന്നത്. എനിക്കൊരു ഹെയർ കട്ട് ചെയ്യാനുണ്ട്, പിന്നെ അല്ലാതെ ചില്ലറ ഷോപ്പിങ്ങും. അപ്പോൾ നമ്മളിപ്പോൾ ലുലു എത്തിയിട്ടുണ്ട്. ഇനി അതിനുള്ളിലുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇയാളെ കാണാനാണ് ഞാൻ വന്നേ. ജങ്കൂക്ക് ഗായ്സ്, ഫൈനലി ജങ്കൂക്കിനെ കണ്ടു ഗായ്സ്. നമ്മൾ കാൽവിൻ ക്ലീൻ്റെ മുമ്പിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ജങ്കൂക്കിനെ കണ്ടു. ലുലു എത്തി ഗായ്സ്. ഉള്ളിൽ കയറി വെറുതെ ഇരിക്കുക. നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ടോണി ആൻഡ് ഗായ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് ലുലുവിൽ. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. സോ എനിക്ക് കുറേ നാളായിട്ട് ഞാൻ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ച്. സോ അവിടേക്കാണ് പോകുന്നത്. നമ്മൾ ഫൈനലി ടോണി ആൻഡ് ഗായിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാസിം ബായ്, കാസിം അലി എന്നാണ് പേര്. ഇത് അവിടുത്തെ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് കേട്ടോ. അടിപൊളിയായിട്ട് ഹെയർ കട്ട് ചെയ്യും ആളാണ്. എൻ്റെ ഹെയർ കട്ട് ചെയ്തതും എല്ലാം ചെയ്തതും. ഐ എം ഗോയിങ് ടു ഡു വിച്ച് കട്ട്? ബട്ടർഫ്ലൈ കട്ട്. യാ. അപ്പോൾ എന്നെ ഹെയർ വാഷ് ചെയ്യാൻ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. SP എന്ന് പറയുന്നൊരു ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് കേട്ടോ അവരെൻ്റെ ഹെയറിൽ യൂസ് ചെയ്തത്. അടിപൊളിയാണ്. കാരണം അതിട്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. അത്രയും അടിപൊളി സർവീസും ആണ് അവരുടെ. I have a YouTube channel. So I am going to upload this vlog on my channel. What is the good name? Sania. 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 SANIYA. Sania Suresh. Sania Suresh. Yeah. Good. ഗൈസ്, ഈ ഒരു കോലം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സിക്കുകാർ അവരുടെ തലയിൽ പതക്കം കെട്ടിവെച്ച പോലെ ഉണ്ടായിരുന്നില്ല എന്നെ കാണാൻ. അങ്ങനെ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഹെയർ കട്ടിന് വേണ്ടി ഇരിക്കുകയാണ്. ആക്ച്വലി അവരെനിക്ക് കുറേ ഹെയർ കട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് എനിക്കറിയില്ല എന്ത് കട്ട് ചെയ്യണമെന്ന്. ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കാനാണ് പോയത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എക്സ്ട്രാ കട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അവർ കുറേ കട്ട് ചെയ്തു. ഞാൻ അവരോട് വോൾഫ് കട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഹെയർ ഭയങ്കര തിൻ ഹെയറാണ്, എൻ്റെ തിക്ക് ഹെയർ അല്ല. സോ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കുറേ ഹെയർ കട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെനിക്ക് സജസ്റ്റ് ചെയ്തു. ഫൈനലി എനിക്കതിൽ ബട്ടർഫ്ലൈ കട്ടാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ തന്നെയാണ് ഓക്കെ ബട്ടർഫ്ലൈ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരെ നമുക്ക് കുറേ വീഡിയോസൊക്കെ അവർ കാണിച്ചു തരും ചെയ്യുന്നത്. അവർ ചെയ്തതും അതുപോലെ തന്നെ കുറേ അവർ നമുക്ക് പറഞ്ഞു തരും ഓരോ കാര്യങ്ങളൊക്കെ. അവരുടെ സർവീസൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര നൈസായിട്ടാണ് അവർ ചെയ്തതൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ബട്ടർഫ്ലൈ കട്ടായിരുന്നു എൻ്റെ ഹെയറിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വേറെ ഒരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ബട്ടർഫ്ലൈ കട്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെൻ്റെ ഹെയർ ഉണക്കുന്നുണ്ടായിരുന്നു, ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്ക് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിതിൽ ഫൈനൽ ലുക്ക് ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കി, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. ഗൈസ്, അവരുടെ യൂസ് ചെയ്യുന്ന ആ ഒരു ഷാമ്പൂൻ്റെയും കണ്ടീഷണറിൻ്റെയും എഫക്റ്റ് കൊണ്ടാണ് കേട്ടോ ആ ഹെയർ ഇത്രയും ഭംഗിയിൽ കിടക്കുന്ന. അത്രയും അടിപൊളി സാധനങ്ങളാണ് അവർ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്നത് തന്നെ. പിന്നെ ഞാനിങ്ങനെ വ്ളോഗ് എടുക്കാനാണ്, വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കാസിം ബായ് വേഗം പോയി റിംഗ് ലൈറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് സെറ്റാക്കി വെച്ച് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെയൊക്കെ കൊണ്ടുവന്ന് എനിക്ക് വീഡിയോ എടുപ്പിച്ച് തരികയായിരുന്നു. ഞാൻ ആവശ്യപ്പെട്ടൊന്നുമില്ല, ആൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു. ആൾ നല്ലോണം ഹെയർ സ്റ്റൈൽ ചെയ്യും. ആളൊരു ഹെയർ സ്റ്റൈലിസ്റ്റാണ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഫൈനൽ ലുക്ക് ഭയങ്കര ഷൈനി ആൻഡ് സ്മൂത്തായിട്ട് ഹെയർ കിടപ്പുണ്ട്. ഇത് 1 ഡേ കിടക്കുള്ളൂ എന്ന് എനിക്കറിയാം, കാരണം ഒരു വാഷ് ഔട്ട് ചെയ്തത് പോകുന്ന അറിയാം. പക്ഷേ എങ്കിൽ പോലും അടിപൊളിയായിരുന്നു ഫൈനൽ ലുക്ക് കാണാൻ. ശരിക്കും ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ഇത് കിടക്കുന്ന പോലെ തന്നെ കിടക്കുന്നുണ്ട്. ബട്ടർഫ്ലൈ കട്ടെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നല്ല രസമുണ്ടായിരുന്ന സംഭവം. അടിപൊളിയായിട്ടുണ്ട്. സോ നിങ്ങളും ഇതേപോലെ ഹെയർ കട്ട് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്, ഷോർട്ട് ഹെയർസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ടോണി ആൻഡ് ഗായിൽ പോകാൻ. ലുലുവിൽ മാത്രമല്ല കുറേ പ്ലേസിൽ ടോണി ആൻഡ് ഗായ് അവൈലബിൾ ആണ്. സോ ഇപ്പോൾ ഇങ്ങനെ കുറേ ഷോപ്സ് അതിൻ്റെ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. സോ നിങ്ങളവിടെ ചെല്ലുക. അടിപൊളിയാണ് അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ. പിന്നെ അവർ യൂസ് ചെയ്യുന്ന നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആയിക്കോട്ടെ അത്രയും ബ്രാൻഡ് റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് ഹെയറിന് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അടിപൊളിയാണ് സംഭവം, എനിക്കിഷ്ടപ്പെട്ട്. സോ കുറേ കമൻറ്റ്സ് കണ്ട് ഹെയറിൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തോ വേറെ എന്തെങ്കിലും സ്മൂത്തനിങ് ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ബട്ടർഫ്ലൈ കട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മൈ ഹെയർ കട്ട് ഇത് ബട്ടർഫ്ലൈ കട്ടാണ്. ഐ ലവ്ഡ് ഇറ്റ്. അപ്പോൾ ഫൈനലി നമ്മളിപ്പോൾ ഒരു കഫേയിൽ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ. ഞാൻ എന്തോ ഓർഡർ ആക്കിയത്, ഫ്രൈഡ് റൈസ് എങ്ങാണ്ട് ഓർഡർ ആക്കിയത്.
കാണിച്ചു തരാം. എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്തോന്ന് ഓർഡർ ആക്കി, എന്താണെന്ന് അറിയില്ല, ഓർമ്മയില്ല. ഗൈസ് അങ്ങനെ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വോയിസ് ഓവറാണ് ചെയ്യുന്നത്, കാരണം അപ്പം എടുത്ത വോയിസ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വോയിസ് ഓവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കഴിച്ചു നോക്കാൻ പോവാണ്. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാനിത് കഴിച്ചിട്ട് പറയാം. അപ്പോൾ കഴിച്ചാണ്, പക്ഷെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. എനിക്കതിൽ ബട്ടർ ചിക്കൻ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫ്രൈഡ് റൈസും കൊള്ളാം, ബട്ട് ബട്ടർ ചിക്കൻ എടുത്ത് പറയണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഗൈസ് ഫൈനലി ഫുഡ് കഴിച്ചു കഴിഞ്ഞു, കൊള്ളായിരുന്നു. സോ ഫൈനലി ഗൈസ് നമ്മൾ ട്രെൻഡ്സിൽ എത്തിയിട്ടുണ്ട്. കുർത്തി എടുക്കാൻ വന്നിക്കുക. നമുക്ക് കിട്ടിയില്ല ഗൈസ്, സ്റ്റുഡിയോന്നൊന്നും കിട്ടിയില്ല. അല്ല സോറി, ട്രെൻഡ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ സ്റ്റുഡിയോന്ന് വന്നു. ബട്ട് സ്റ്റുഡിയോന്ന് കിട്ടി, ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഗൈസ് ഫൈനലി I got one white dress. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ മലപ്പുറം സ്റ്റുഡിയോയിലാണ് പോകാറ്. അവിടെ അത്ര എനിക്ക് കളക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ ഇവിടുത്തെ കളക്ഷൻ ഉണ്ടെങ്കിൽ എടുത്ത് പറയണം, അടിപൊളിയാണ്. കുർത്തിക്കാവട്ടെ ഹാഫ് ഫ്രോക്സിനാവട്ടെ നല്ല നല്ല അടിപൊളി. നമ്മുടെ പിൻട്രസ്റ്റ് വൈബിലൊക്കെ കാണുന്ന ഡ്രസ്സസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്, അതും അഫോർഡബിൾ പ്രൈസിൽ. പിന്നെ ഞാൻ തിരഞ്ഞ് വന്ന് കുറേ തപ്പിയൊരു ഷെയ്ഡായിരുന്നു, അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടി. ഞാൻ കുറേ സ്റ്റുഡിയോയിൽ പോയി, എനിക്ക് അവിടെ ഒന്നും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫൈനലി എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ആ ഷെയ്ഡ്, ആ ലിപ്സ്റ്റിക് ഞാൻ തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ 2-3 ഡ്രസ്സും പിന്നെ പെർഫ്യൂം അങ്ങനത്തെ ഒക്കെ ഞാൻ എടുത്തു. ഇവിടുന്ന് കുറച്ച് ക്ലിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ എന്താ ഷീറ്റ് മാസ്ക്, അങ്ങനെ എന്തൊക്കെയോ ഞാൻ ഇവിടുന്ന് കുറേ വാരി പെറുക്കിയിട്ടുണ്ട്. ഭയങ്കര അഫോർഡബിൾ പ്രൈസാണ് ഇവിടുത്തെ സ്റ്റുഡിയോയിൽ. അതുപോലെ തന്നെ ഒത്തിരി നല്ല വെറൈറ്റി ആയിട്ട് അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇന്നത്തെ. ഇപ്പം നമ്മൾ ബോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോർട്ട് കൊച്ചിക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുമ്പോൾ ഉള്ള വീഡിയോ ഒന്നും കൂടുതൽ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം നല്ല തിരക്ക് മഴയുണ്ടായിരുന്നു. പിന്നെ പോകുമ്പോൾ നമ്മൾ ഈ ബോട്ടിലാണ് പോയത് കേട്ടോ. വീഡിയോ ഒന്നും അവർ എടുക്കണ്ടെന്ന് ഓൾറെഡി അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മളെങ്കിലും ചെറുതായൊക്കെ എടുത്തു. അതേ അയാൾ കണ്ട് എന്നെ നോക്കുന്നുണ്ട് വീഡിയോ എടുത്തുകൊണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ അല്ലാത്ത ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നല്ല തിരക്കുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു. ഗൈസ് ലെമൺ ടീ. ഇപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ, ഇന്നത്തെ വ്ളോഗ് ഇത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ബോട്ട് ഇറങ്ങി, ബോട്ടിൽ കയറിയായിരുന്നു. അത്ര വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് എൻ്റെ ഫോണിൽ ചാർജ് തീരെ ഇല്ല. എൻ്റെ കോലം കണ്ടോ, ഡള്ളായി, ഞാൻ ഭയങ്കരമായിട്ട് ഡള്ളായി. ഹെയറൊക്കെ പോയി, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കുറച്ച് നേരത്തെ ഷോ മാത്രമേ ഉള്ളൂ, ഒക്കെ കുളമായി. യെസ്, അപ്പോൾ ഒരു ഡേ ഔട്ട്, കൊച്ചി ഡേ ഔട്ട് വീഡിയോ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ദിസ് ഇസ് മൈ ഫൈനൽ കോലം. ഓക്കെ, ബൈ ഗായ്സ്.